അസ്സലാമു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ നടന്ന വഴിയിലൂടെയൊക്കെ നടക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആണിത്. മദ്രസയിൽ ലീവായിരുന്നു 2 ദിവസം. അത് കാരണം ഞങ്ങൾ മാമൻ്റെ വീട്ടിലിരുന്നു, അമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ കടയൊക്കെ കൂട്ടിയിട്ട് രാത്രിയാണ് എത്തുന്നത്. അല്ല ഫേമസ് ആകൂലെങ്കിടാ എന്നാടാ, ആകെ 4 വ്യൂസ് 5 വ്യൂസ് ഒക്കെ ഉള്ളൂ. ഞാടും ഞാൻ മാറ്റി വന്നാ എന്നാ ഇത് കൊണ്ടുവച്ചാ അമ്മായിക്ക് കൊണ്ട് കൊടുക്കട്ടെ. അമ്മായിക്ക് ഞാൻ ചെന്ന പാടെയുള്ള സംഭാഷണ ശകലങ്ങളിൽ നിന്നുള്ള ഈ അടർത്തിയെടുത്ത ഏടുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ ചെന്നപ്പോഴേ അവർ കള്ളനും പോലീസും കളിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ചെന്നപാടെ ഒരു ഗ്ലാസ് പായസം കിട്ടി. ഞാൻ ചെന്നപ്പോഴേക്കും കള്ളനും പോലീസും കളി കഴിഞ്ഞു. പിന്നെ ഉള്ളത് പിന്നെ അവർ കല്യാണിക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ ഞങ്ങൾ കൂടിയിട്ടോ, ഞാൻ കൂടിയിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ബോട്ടി പറയും, എല്ലായിടത്തും എന്താ പറയാന്ന് എനിക്കറിയില്ല. ബോട്ടി വരട്ടിയതുണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരുള്ള കാരണം ഉള്ളത് കൊണ്ട് വേണം പോലെ പറഞ്ഞ പോലെ ഉള്ളതൊക്കെ ഇട്ട് വിരിച്ച് ഉള്ളിടത്ത് കൂടെയൊക്കെ കടന്നു കേട്ടോ. പിന്നെ രാവിലെ ഞാൻ എണീറ്റപ്പോഴേക്കും എല്ലാവർക്കും എണീറ്റിരുന്നു. അതാ ഞാൻ എണീറ്റപ്പോൾ പിന്നെ ഒരാൾ കുഞ്ഞിയതൊക്കെ പോരും. ഞാൻ എണീറ്റ് വന്നപ്പോഴുള്ള സംസാരം. പിന്നെ ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ചക്ക ഉണ്ടത്. അപ്പോൾ ആ ചക്ക നമ്മൾ ചോദിച്ചിട്ട് കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു. എല്ലും ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു കേട്ടോ. ചീരയുടെ ലെമ്മി വേണമെങ്കിൽ തൊട്ടോ. ചീരയുടെ അങ്ങനെ അവളുടെ പച്ചക്കറി പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ചക്ക ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്ക ഇട്ട് കൊടുന്നു. ചക്ക ഇട്ട് ഇനി അത് മുറിച്ച് വെക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. ചായ കുടിച്ചിട്ടില്ല ഇതുവരെ, ചായ കുടിക്കണം. പിന്നെ കാലിട്ടോ കാല് കഴിക്കണം. ചക്ക വെട്ടി വെച്ചപ്പോഴേക്കും അമ്മായി ഇതാ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിരുന്നു കേട്ടോ ഒന്ന് ഫുഡ് രാവിലെ. ചായയുടെ ഉണ്ട് നേരെ ചക്കപ്പടിമൊക്കെ ഇരുന്നു. അപ്പോൾ ഒരാൾ കൊത്തിരിഞ്ഞ് തരും, പിന്നെ 2 ആളങ്ങനെ അരിഞ്ഞിടും ചെയ്തു കേട്ടോ. പിന്നെ ബാക്കിയുള്ളവർ കുറച്ച് ആൾക്കാരുടെ ഉള്ളിൽ കുറച്ച് പണികളുണ്ടാവുമല്ലോ, അതൊക്കെ ഒരുക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചക്കക്കുരു കിട്ടി. അപ്പോൾ ആ ചക്കക്കുരു അടുത്ത് ഞങ്ങളെ പ്ലേ ടൈമാണ് കേട്ടോ.
ചക്ക ആവണല്ലോ, ഇതുവരെ വേറെ പണിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇട്ടൂയി കളിക്കുമല്ലോ, പിൻസൂചി ഇങ്ങനെ ഇടാൻ ഒരാളിടും. ഞങ്ങൾ ഇട്ടൂയി കളിച്ചു. ആർക്കൊക്കെ തണുപ്പ്? എല്ലാവർക്കും തണുപ്പാ? ഒച്ചക്ക് തണുപ്പുണ്ട്. ഒരു 2 റൗണ്ട് ഇട്ടൂയി കളിച്ചപ്പോൾ ഞങ്ങൾക്കത് മടുത്തു കേട്ടോ. അത് വലിയ ഉഷാറില്ല കളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വേറെ കളിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായി. രണ്ട് സൂപ്പ് അടിച്ചു. നട്ട വെയിലാണ്. അയാള് ഉള്ളിൽ വന്ന് പോകുക, എന്നിട്ട് ആരത് വന്ന് കണ്ടുപിടിച്ചാ അതാണ് രസം. എന്തിന്? അടുത്ത ഞങ്ങൾ കളി പറയണത് ആട്ടക്കുളമാണ്. അപ്പോൾ ആട്ടക്കുളം എന്താണെന്നുള്ളത് സംഭവം എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞു തരികയാണ് അവർ. അങ്ങനെ ഞങ്ങൾ അത് കളിക്കാൻ തുടങ്ങി. അത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പേരിടും. എന്നിട്ട് അതിൽ ഒരാളെ പറഞ്ഞാൽ അവർ ചെന്നിട്ട് കൊക്കിയിട്ട് ബാക്കിയുള്ള ടീമിനെ എടുക്കുകയാണ്. അപ്പോൾ അത് 1 2 എന്ന് എണ്ണിയിട്ട് നമ്മൾ ടീമാകുമല്ലോ. അങ്ങനെ ടീമായിട്ട് അത് കളി തുടങ്ങും കേട്ടോ. ഇത് വലിയ കുഴപ്പമുണ്ടാകില്ല. പക്ഷേ വെയിലിൻ്റെ ആഘാതം മൂലം ഞങ്ങൾ അല്ലാതെ അതും കളിച്ചില്ല, നീണ്ടുപോയില്ല. കുറച്ച് ടൈം കളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നിർത്തി കയറിപ്പോന്നു. ഓളി തൊട്ടേ ഷാദിനെ തൊട്ടില്ലേ? ഞങ്ങളങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും ഇതാ ചക്കയും എല്ലും ഒക്കെ റെഡിയായി ഇങ്ങനെ വെച്ച് കൊണ്ടല്ല. ചൂട് ചക്കയും ചക്കക്കൂട്ടാനും ചോറും വാഴൻ്റെ ഇലയും. ആഹാ, അങ്ങനെ അതൊന്ന് കഴിക്കും. ചോറ് നമുക്ക് അതൊരു രസമാണല്ലോ, എല്ലാവരും കൂടി ഇരുന്ന് ചക്ക കൂട്ടാനൊക്കെ കഴിച്ച് വാഴൻ്റെലൊക്കെ വെട്ടി ചോറും ചക്ക കൂട്ടാനൊക്കെ കഴിക്കണത്. പിന്നെ ഒന്ന് ഇറങ്ങി നീച്ചു. ഒരു 3:30 4 മണിയൊക്കെ എണീറ്റപ്പോൾ. അപ്പോൾ ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ആകെ കുറച്ചോളം കിട്ടിയത്. പിന്നെ ഉള്ളത് കൊണ്ട് ഞാനതും കുടിച്ചിട്ട് അങ്ങനെ ഞാൻ നല്ല ഉഷാറിൽ അങ്ങനെ സിറ്റ് ഔട്ടിൽ പോയിരുന്നപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. പോകല്ലേ പഴിക്ക്? നിങ്ങളൊന്നുമില്ല പാപ്പില്ലേ? മുണ്ടെടുത്തുകൂണോ? ഞങ്ങൾ ശരിക്കും അപ്പുറത്തെ വഴിയിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് നെസ്റ്റൊക്കെ അടിച്ച് പാടത്ത് കൂടെ കറങ്ങി ചുറ്റി വളഞ്ഞ് പോകാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ നടന്നു പോകുന്നു. നമ്മളെങ്ങോട്ടാ പോകുന്നേ? അങ്ങനെ ഞങ്ങൾ ഡോറാബുജിനൊക്കെ അനുകരിച്ച് അങ്ങനെ നടന്ന് പാടത്തിൻ്റെ അക്കരെ എത്തിയിട്ടോ. പാടത്തിൻ്റെ അക്കരയ്ക്ക് ആദ്യമൊക്കെ എപ്പോഴും വന്നു അധികം ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഒരു ടൈമിൽ വല്ലാണ്ട് മിസ് ചെയ്യണത് ഞങ്ങളെ വല്യപ്പാനെയാണ് കേട്ടോ. ഇത് കരിമ്പന തേങ്ങയാണ്. എല്ലായിടത്തും എന്താ പറയാന്ന് എനിക്കറിയില്ല. അതിലൊരു കാമ്പ് ഉണ്ടാവുമല്ലോ, നല്ല രസം ഉണ്ടാവും അത് കഴിക്കാൻ. ഇപ്പോൾ വല്യപ്പയൊക്കെ എപ്പോഴും വല്യപ്പ ഉണ്ടാകുമ്പോൾ അതേപോലെ ചക്ക മാങ്ങ കരിമ്പന തേങ്ങ അങ്ങനെയുള്ളതിനൊന്നും ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. വല്യപ്പ മരിച്ചിട്ട് ഇപ്പോൾ 12 വർഷമായി കേട്ടോ. വല്ലാണ്ട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ പോയവരെ നമുക്ക് തിരിച്ച് കിട്ടൂലല്ലോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയൊരു ലെവലിൽ ഇപ്പോൾ കാണാനില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. ഇത് നമ്മളറിയണ ആളുടെ വീടായിരുന്നു കേട്ടോ.
ഇപ്പോൾ ഒരു താമസമല്ല, അവരൊക്കെ മാറി താമസിച്ചിട്ടുണ്ട്, വേറെ പുതിയ വീടൊക്കെ വെച്ചിട്ട്. ഞങ്ങൾ ശരിക്ക് ഇങ്ങടല്ല, ഇതും പുഴയ്ക്കാണ് പോണത്, പക്ഷെ ഇങ്ങടല്ല, ഇതിൻ്റെ അപ്പുറത്തെ പുഴയ്ക്കാണ് വരണം വിചാരിച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് അവിടെ പോകാമെന്നുള്ള ലെവലിൽ അങ്ങനെ പോകും. ഇവിടെ നല്ലതാണെങ്കിൽ ഇവിടെ കുളിക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ പുഴ എത്തി ഗൈസ്. യെസ്, ഇതിലേക്ക് ഞങ്ങൾ വല്ലാതെ വന്നിട്ടില്ല. അയ്യോ, അവിടെ ആരൊക്കെയാണ് കുളിക്കുക, എന്തൊക്കെ ചെയ്യണ്ട. അപ്പം ഞാൻ അത് എടുക്കുന്നില്ല. ചിക്കോള ചേട്ടൻ പിടിച്ചു. എന്താണ് അവിടെ? ഓലൊന്നുമില്ലാതെ ചാടിക്കണേ. പ്രശ്നമുണ്ടോ? അതാ പോണോ ചീറ? ആ ഷാദിൽ പോണത് കൊണ്ടുണ്ടാവത്ര കേട്ടോ. ഇവിടെ നല്ല ചളിയാണ്, അപ്പോൾ ഞങ്ങൾക്കൊരു തൃപ്തി കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ അല്ലാതെ നിന്നില്ല, കുറച്ച് നേരം അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് അപ്പുറത്തെ ഒരു പുഴയുണ്ട്, ഇതിൻ്റെ അപ്പുറം ഭാഗം തന്നെ അങ്ങനെ അങ്ങോട്ട് നടന്നു. അവന്റെ അവസാനമാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നിമിഷങ്ങൾക്കുള്ളിൽ. നെക്സ്റ്റ് കുറച്ച് കൂടിപ്പോയോ? വഴി തെറ്റിയോ? മാണിയങ്കടവിന്റെ ചരിത്രം അറിയാമായിരിക്കെങ്കിലും. എന്താ? എന്ത്? എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയോ? അവനെന്തോ പറഞ്ഞു കേട്ടോ, മാണിയങ്കടവിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് എന്തോ കോമഡിയാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല, അപ്പോൾ അതാണ് ഉണ്ടായത്. റബ്ബേ, ഇതൊക്കെ എമ്മാതിരി വെള്ളമുള്ള സ്ഥലമായിരുന്നു അല്ലേ. ഈ പാർക്ക് എന്താണ്? പൂക്കല്ല്. ആ, അവിടെ അല്ലേ ആനയുടെ കുണ്ടുണ്ട് പറയല്? ആ, അവിടെ നല്ല കുണ്ടുണ്ട്. ഒരു കുഞ്ഞിക്കാൽ കുഞ്ഞിക്കാൽ കാൽ 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 കാൽ. ഞങ്ങളുടെ പുഴയുടെ ശോചനീയമായ അവസ്ഥ കണ്ട് ഞങ്ങൾ കുളിച്ചില്ല ഗൈസ്. ഞങ്ങൾ കൊണ്ടുപോയതൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടു ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പുഴ കണ്ടപ്പോൾ. കുറേ പോയിട്ട് പറഞ്ഞാൽ കുറേ കൂടി ഞങ്ങൾ പോയിട്ട്, അപ്പോൾ എന്താ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താണെന്ന് പറയുക, കേട് വന്നിക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മണൽ കോറിലൊക്കെ ആദ്യം ഉണ്ടാകുമ്പോൾ പുഴ കറക്റ്റായിട്ട് അതിൻ്റെ ലെവലിലേക്ക് അങ്ങനെ ഒഴുകിപ്പോയിരുന്നു. ഈ മണലൊക്കെ കുന്നുകൂടി കിടക്കല്ലേ, അപ്പോൾ ഒഴുക്കില്ല, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായതാണെന്ന് നമുക്കും അറിയില്ല. പക്ഷെ ആദ്യമൊക്കെ അവിടെ നല്ലോണം മണൽ കോരിയിരുന്നു. പക്ഷെ അന്ന് നല്ല അത്യാവശ്യം പുഴ നല്ല കാണാനും ഒഴുക്കുള്ള വെള്ളമൊക്കെ ആയിരുന്നു. ഇന്ന് അവിടെ വലിയ ഇതൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ആരും കുളിച്ചില്ല, വെറുതെ അതിൽ കുട്ടികളൊക്കെ കളിച്ചു. അങ്ങനെ കയറി വന്ന് വീട്ടിലെത്തിയിട്ടോ കുളിച്ച്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഈ നടന്ന് പോണ വഴി ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പുറത്ത് കണ്ടോ ഒരു എന്താണ് ചാല് പോലെ, തോട് പോലെ, അപ്പോൾ അതിലൂടെയാണ് നടന്നിട്ടാണ് ഞങ്ങൾ പുഴയ്ക്ക് വന്നത്. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു കാക്ക മെമ്പറായതിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ടൈമിൽ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ ഈ റോഡ്. ഇത് മറ്റേ നമ്മുടെ നാട്ടിലത്തെ മെയിൻ റോഡ് നമുക്ക് മുട്ടും കേട്ടോ. അപ്പോൾ വണ്ടികളൊക്കെ ഇപ്പോൾ ഇതുവരെ വരും, അതായത് പുഴ വരെ എത്തും കേട്ടോ. ഈ നെല്ലിയാണാനാണ് രാവിലെ നമ്മൾ വരാൻ.
നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കളയിൽ നമ്മളെല്ലാം ചിരിക്കണേ അങ്ങനത്തെ ഒക്കെ ഷോർട്സ് ആയിട്ടാണ് മതി. ഓ ശരി അത് ഇട്ടിപ്പോ പറഞ്ഞത് പുളിമൂച്ചുമല്ലേ ഇവിടെ എവിടെയായിരുന്നു അത് അതായിരിക്കും ചിലപ്പോ ആ ഒരു കുറ്റി കാണുന്നു. അതാ പുളിങ്ങ കണ്ടല്ലോ ഇതില്. പുളിയുണ്ട് ഇതമ്മേ. പുളിയുണ്ട് ഗായ്സ്. പുളിയുണ്ട്. പുളി താഴെയുണ്ടോ? ഇവിടെ കുറെ കണിക്കൊന്നയുണ്ട് ഗായ്സ്. ഇതിന്റെ അപ്പുറത്ത് കൂടെ നമ്മൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ നേരെ അപ്പുറത്ത് കൂടെ അത് ആ വീട്ട് ആ വഴിക്ക് നമ്മൾ ഉണ്ട് അത് കൂടെ നടന്നിരുന്നു നമ്മള്. എടാ ആരാന്ന് കരുതിന്ന് ഇല്ല മളേ എൻ്റെ ഒരു ജന്മം. എന്നിട്ട് ഞങ്ങളവിടെ കുറേ ആദിവാസികൾ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് വരുന്നുണ്ടപ്പോൾ ദൂരത്തു നിന്ന് അടുത്ത വീട്ടിൽ താത്ത കണ്ടപ്പോഴേ അവരെ ആദിവാസികളാണെന്ന് വിചാരിച്ചു എന്ന് പറയായിരുന്നു. ഇന്നത്തെ ദിവസം എന്തായാലും പൊളിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷമായി. കുറേ പഴയ ഓർമ്മകളും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല എന്താ പറയുക, വാക്കുകളില്ല അത്ര തന്നെ. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.